ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നിങ്ങളുടെ പിണക്കതുവരെ തീർന്നില്ലേ? നീ ആ വന്ദനയുടെയും ഹരിശങ്കറിന്റെ കഥ പറഞ്ഞു തുടങ്ങിയപ്പോഴേ ഈ പ്രശ്നം ഞാൻ അറിഞ്ഞതാ. ഇത് കുറെ നാളായല്ലോ തുടങ്ങിയിട്ട്. ഇതിനൊരു അവസാനം വേണ്ടേ? ഇവരുടെ പ്രശ്നം ഇവര് തന്നെ തീർക്കട്ടെ എന്ന് ഏട്ടൻ പറഞ്ഞോണ്ടാ ഞാനും ശേഖരേട്ടനും ഈ കാര്യത്തിൽ ഇടപെടാഞ്ഞത്. ഇതിപ്പോ പ്രശ്നം ഓരോ നിമിഷം ചെല്ലുംതോറും വഷളായിക്കൊണ്ടിരിക്കുക. പ്രതാപേട്ടൻ ഇടപെട്ടേ പറ്റൂ. ഇവര് രണ്ടുപേരും വിവരവും വിദ്യാഭ്യാസവും ഉള്ളവരല്ലേ അമ്നി? ഇത് ഇവര് തന്നെ സംസാരിച്ച് പരിഹരിച്ചാൽ എന്താ തെറ്റ്? ഒരു കോമൺ സെൻസ് വെച്ച് ഞാൻ പറയാ, ഇത് അത്ര ചെറിയ പ്രശ്നമൊന്നും അല്ല. നമ്മള് കൂട്ടിയാലേ കൂടെത്തൂല്ല. ഇവര് തമ്മിൽ തല്ലിപ്പിരിയുന്നത് കാണാനാണല്ലോ ചിലർക്കൊക്കെ ഇഷ്ടം. അതെ, എന്നെ ഉദ്ദേശിച്ചാണ് പറഞ്ഞതെങ്കിൽ അതെന്റെ മുഖത്ത് നോക്കി പറയടാ. കാര്യം ആര് പറയുന്നോ അവര് മറ്റുള്ളവർക്ക് ശത്രു. എങ്കിൽ ചേച്ചി അവരെ രണ്ടുപേരും വിളിച്ചൊന്ന് ഉപദേശിക്കുക. ബെസ്റ്റ്. ചേച്ചിയല്ലേ ഈ കുടുംബത്തിന് മുതിർന്ന ഗാർഡിയൻ. ചേച്ചി പറഞ്ഞു ഒത്തീർപ്പാക്ക്. ഞാൻ പറഞ്ഞാലൊന്നുമേ അവള് കേക്കില്ല. ഞാൻ അഡ്വൈസ് ചെയ്യാൻ ചെന്നാ അവൾ എന്റെ കരണത്തടിച്ചില്ലെങ്കിൽ ഭാഗ്യം. യാതൊരു അനുസരണയും ചൊല്ലി വിളിയില്ലാത്തവളാ അവള്. വലിയ രാജകുമാരിയല്ലേ, അതിന്റെ ഭാവം അവക്ക്. എന്തെങ്കിലും ചെയ്യട്ടെ നാശം. ഒരു സ്വസ്ഥതയും തരാത്തൊരു മോളും. ചിലർക്കൊക്കെ സന്തോഷമായല്ലോ. എന്താ പറഞ്ഞേ? നിങ്ങൾക്ക് സന്തോഷമായില്ലേന്ന്. അതെന്ത് വർത്താനോടി നീ പറയുന്നേ? ഞാൻ പറഞ്ഞ എന്താ പിടിച്ചില്ലേ? പിടിച്ചില്ലെങ്കിൽ നിങ്ങൾ കൊണ്ടുപോയി കേസ് കൊടുക്ക. കേസൊന്നും വേണ്ട, അല്ലാതെ തന്നെ കൈകാര്യം ചെയ്യാൻ എനിക്കറിയാം. നീ എന്ത് ചെയ്യടാ? നീ എന്ത് ചെയ്യുന്ന്? നീ കൂടുതൽ കളിച്ചാലേ അമ്മയുടെയും മകന്റെയും പേരില് ഞാനൊരു കേസ് കൊടുക്കും. ദിവ്യയും കുഞ്ഞിനെയും കാണാനില്ലാന്ന കേസ്. പോവാൻ പറയടാ. ഇവക്ക് എന്ത് ചെയ്യാൻ പറ്റും? അകലെ